ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മായീസ് കോർണർ. ഇന്ന് നമ്മൾ കുട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാൻ സമയത്തായിരിക്കും എന്താ ഇപ്പം ഉണ്ടാക്കാന്ന് ആലോചിക്കാറുള്ളതില്ലേ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു 5-6 ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ 2 കോഴിമുട്ട ഉണ്ട്. ഇത് വെച്ചൊരു ഐറ്റം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ 2 കോഴിമുട്ടതേ ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് സാധാരണ നമ്മൾ ഓംലെറ്റിനൊക്കെ എടുക്കും പോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്താൽ മതി. ഇതിലേക്ക് സവാള, പച്ചമുളക്, പിന്നെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ സവാള വാങ്ങുമ്പോൾ അതിൽ കേട് വന്ന സവാളയൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ മണ്ണിലേക്ക് ഇട്ട് വെച്ച് നല്ല വെയിലുള്ളിടത്തൊക്കെ വെച്ചാൽ ഇതുപോലെ നമുക്ക് ഉള്ളിൻ്റെ ഇലയൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ നല്ല ടേസ്റ്റ് വരുത്തുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്താൽ മതിയേ. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളിയിലെയും അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിതിലേക്ക് ഇത് അരിഞ്ഞെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും പഴകിയത് ചീഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ സവാള കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ നല്ല കൂടുതൽ ദിവസം വെക്കുന്ന സമയത്ത് കേട് വന്നതൊക്കെ ഉണ്ടാകും. അതിങ്ങനെ മണ്ണിലേക്ക് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഉണ്ടായി വരും ചെയ്യും നമ്മൾ ഒരിക്കൽ മുറിച്ച് കൊടുത്താലേ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പിന്നെ സ്പ്രിംഗ് ഓണിയന്, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ഉണ്ട്, പച്ചമുളക്. അപ്പോൾ ഈ എരിവിന് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു പച്ചമുളക്, വലിയൊരു പച്ചമുളകായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഞാൻ എടുക്കുന്നുള്ളേ. നല്ല എരിവുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ, പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ, ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ നമ്മൾ ബ്രെഡ് എടുക്കാം. ബ്രെഡ് നമുക്ക് പിന്നെ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് വക്കില്ലാത്തൊരു മൂടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതിന് നടുഭാഗം നമുക്കിങ്ങനെ പിന്നെ മുറിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതേ ഒരു ചട്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടായി വരുന്ന സമയത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കിയതിന് പ്രത്യേകം നമുക്ക് മനസ്സിനൊക്കെ ഒരു സംതൃപ്തിയാണല്ലോ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് അതിൻ്റെ അറ്റം ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക്. അപ്പോൾ തീയൊന്നും അധികം ആയിപ്പോരുത് കേട്ടോ. ഒരു നമ്മൾ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇത് കൂട്ടില്ലേ, ഇത് നമുക്ക് കുറേശ്ശേ നടുഭാഗത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള ഭാഗം ഇതിലേക്ക് മേലെ അങ്ങ് വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ തിരിച്ചും മറിച്ചിടും. ഒരു ഭാഗം മറിച്ചിടാനാകുമ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ പിന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ആ ഓംലെറ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ബ്രെഡ് എന്തായാലും ചൂടാകുമല്ലോ, അത് ഉറപ്പ് തന്നെയാണല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്ക് വാങ്ങി വെക്കാനായിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.